7 വർഷങ്ങൾക്ക് മുൻപൊരു കോവിഡ് കാലത്ത് ഡിജിറ്റൽ സ്പേസിൽ പതിവില്ലാത്തൊരു കളി തുടങ്ങി ആളെ കൂട്ടിയ ചരിത്രമാണ് കരിക്കെന്ന ഫ്രാഞ്ചൈസിക്കുള്ളത്. കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന സാലറി വേണ്ടെന്ന് വെച്ച് സ്വന്തം ബാങ്ക് ബാലൻസിൽ നിന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സിനിമാ മോഹി അല്ലാത്ത നിഖിൽ പ്രസാദ് എന്ന ചെറുപ്പക്കാരൻ ഇനി സിനിമാ സംവിധായകനാണ്. കരിക്കിൻ്റെ കാത്തിരുന്ന സിനിമയുടെ പേര് ഗുഡ് ലക്ക് ചിക്കോ. ജോണർ ഏതെന്നോ ലീഡാരെന്നോ ഉള്ള യാതൊരു ഹിൻറ്റും തരാതെയുള്ള ടൈറ്റിൽ പോസ്റ്ററാണ് കരിക്കിൻ്റെ ഏറെ കാത്തിരുന്ന സിനിമയുടേതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2018 നിഖിൽ പ്രസാദ് സ്ഥാപിച്ച കരിക്ക് എന്ന യൂട്യൂബ് ചാനൽ ഇതിനോടകം 10 മില്യണോളം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്ത ഡിജിറ്റൽ കണ്ടന്റ് പ്ലാറ്റ്ഫോമാണ്. അതിലെ പ്രധാന അഭിനേതാക്കളായ ആനന്ദ് മാത്യൂസ്, അനൂപ് യാനിയൻ, അർജുൻ രത്തൻ, ബിനോയ് ജോൺ, ജീവൻ സ്റ്റീഫൻ, കിരൺ വിയത്ത്, കൃഷ്ണചന്ദ്രൻ, ശബരി സജിൻ, ഉണ്ണി മാത്യൂസ് എന്നിവരൊക്കെ കാലങ്ങളായി വന്ന മറ്റ് ഓഫറുകളൊക്കെ നിരസിച്ച് കരിക്ക് സിനിമയ്ക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കരാർ വെച്ച് പിള്ളേരുടെ ഭാവി കളഞ്ഞു എന്ന പഴികേക്കലുകൾക്കിടയിലൂടെയാണ് കരിക്ക് അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായ സിനിമ ഇറക്കേണ്ടി വരുന്നത്. മലയാളത്തിൽ യൂട്യൂബ് സീരീസുകളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ബ്രാൻഡ്, ഒരു പറ്റം സമാനതകളില്ലാത്ത കലാകാരന്മാരെ പരിചയപ്പെടുത്തി തന്ന ബ്രാൻഡ്, കാഴ്ചയിലും കാഴ്ചപ്പാടിലും വ്യത്യസ്തരായിരുന്ന കുറച്ചാളുകൾ, എത്ര തന്നെ വൈകി എത്തിയാലും കാണാൻ മില്യൺ പ്രേക്ഷകരുള്ള ഒരു യൂട്യൂബ് പേജ്. ഈ ബ്രാൻഡ് വാല്യൂ കൊണ്ട് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ വരാനിരിക്കുന്ന സിനിമ? ഓണദിനത്തിൽ വന്ന ടൈറ്റിൽ പോസ്റ്ററിന് താഴെ കരിക്കിനോടുണ്ടായിരുന്ന വിശ്വാസം കുറഞ്ഞതുപോലുള്ള കുറേയേറെ കമൻറ്റുകൾ കണ്ടു. കരിക്കും പ്രേക്ഷകരും തമ്മിൽ പറയാതെ പറഞ്ഞ ഒരു കരാറുണ്ടായിരുന്നു. ബെസ്റ്റ് തരുമെന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. അത് ലംഘിക്കപ്പെടുകയാണെന്ന് തോന്നി തുടങ്ങിയിടത്താണ് പ്രേക്ഷകരുടെ വിശ്വാസവും നഷ്ടപ്പെട്ടത്. മറ്റെല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും പോലെ സിനിമ എന്ന അന്തിമ ലക്ഷ്യം മാത്രമായിരുന്നില്ല കരിക്കുന്ന ബ്രാൻഡുമായി വരുമ്പോൾ നിഖിൽ പ്രസാദിനുണ്ടായിരുന്നത്. പകരം ഡിജിറ്റലിൽ തന്നെ വളരുക, ബ്രാൻഡായി മാറുക എന്നതൊക്കെയായിരുന്നു പ്രൈമറി ലക്ഷ്യം. സിനിമ എന്നത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴായി നിഖിലിനെ സമീപിച്ച സിനിമാ നിർമ്മാതാക്കളെ നിരാശരാക്കി നിഖിൽ പറഞ്ഞയക്കുന്നതും. സ്റ്റാർട്ടപ്പ് തുടങ്ങി സക്സസ് സിഗ്നൽ കിട്ടിയ ആദ്യ പോയിന്റിൽ നിഖിൽ സെറ്റ് ചെയ്തിരുന്ന 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യം അവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കരിക്കിൻ്റെ യൂട്യൂബ് പേജ്. കരിക്ക് നേടിയെടുത്ത ഈ 10 മില്യൺ കാഴ്ചക്കാർ തന്നെയാണ് അവരുടെ കരുത്തും. ഇന്നിപ്പോൾ ഏത് കണ്ടന്റ് ഇട്ടാലും ഇവർ വരും, കാണും, കുറ്റവും കുറവുകളും തിരിച്ചറിഞ്ഞ് പറയും, വിമർശിക്കും. യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് ഡ്രിവൺ വളർച്ചയാണ് കരിക്ക് ഇതുവരെ സാധ്യമാക്കിയിട്ടുള്ളത്. ഒടുവിൽ കരിക്കിൻ്റെതായി പുറത്തു വന്ന ജയിൽ ചില്ല് തന്നെ ഉദാഹരണം. സിനിമ എന്ന വലിയ പ്ലാൻ ഉള്ളിലുള്ളത് കൊണ്ടോ സിനിമയ്ക്കായുള്ള ട്രയൽ റൺ എന്ന രീതിക്കോ പ്രൊഡക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുറത്തു വന്ന ജയിൽ ചില്ലിലെ സ്ക്രിപ്റ്റും കോമഡിയും മെജോറിറ്റി പ്രേക്ഷകർക്കും വർക്കായില്ല. കരിക്ക് നിരാശ സമ്മാനിച്ച ചില വർക്കുകൾ മുമ്പും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ മോശമാണെന്ന് കണ്ടവർ അഭിപ്രായപ്പെട്ടു. കാലം മാറിയതറിയാത്ത തമാശകളാണെന്ന് പരിഹസിച്ചു. കാര്യങ്ങൾ പണ്ടുള്ളതുപോലെയല്ല, കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ കയ്യിന്ന് പോയി എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു സിനിമാ പ്രഖ്യാപനം. എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്താൽ അത് കരിക്ക് പ്രൊഡക്ഷൻസ് എന്ന ലേബലിൽ തന്നെ ആയിരിക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ കരിക്ക് പ്രൊഡക്ഷൻസിൽ ഒരു പടം വിമർശിക്കുമ്പോഴും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോഴും കരിക്കിൻ്റെ സിനിമ ബിഗ് സ്ക്രീനിൽ ചരിത്രം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളി പ്രേക്ഷകർ. മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ ആണെങ്കിൽ വമ്പൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കാനാവുന്ന സെയിം യൂണിവേഴ്സിൽ നിന്നുകൊണ്ടുള്ള മാസ് ക്യാരക്ടർ അപ്പീലോടുകൂടിയുള്ള ത്രില്ലർ മൂഡിലൊരുങ്ങുന്ന കരിക്ക് കച്ച കെട്ടിയിറങ്ങുന്ന പടം തന്നെയായിരിക്കും ഗുഡ് ലക്ക് ചിക്കോ.